നമ്മൾ അലക്സാണ്ടറിനെ പറ്റി കേൾക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് പടിഞ്ഞാറ് നിന്ന് മറ്റൊരു വലിയ ശക്തി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വാതിലിൽ വന്നു മുട്ടി. ഇത് ആ കഥയാണ്. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ പേർഷ്യൻ അക്കാമനിഡ് എംപയർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പന്നമായ അതിർത്തികൾ കീഴടക്കിയത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അതിസമ്പന്നമായ ഇന്ത്യയുടെ ഈ കവാടം ഒരു അധിനിവേശ ശക്തിക്കു മുന്നിൽ ഇത്ര എളുപ്പത്തിൽ തുറന്നുകൊടുക്കപ്പെട്ടത്? ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ്. ആ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആദ്യം പോകേണ്ടത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലേക്കാണ്. അവിടെ നിലനിന്നിരുന്ന ഒരുമയില്ലായ്മയാണ് പേർഷ്യക്കാർക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരം. 6-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ഒരു ചിത്രം നോക്കിയാൽ ശരിക്കും രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ കാണാം. ഒരു വശത്ത് കിഴക്ക് മഗധ എന്നൊരു വൻ ശക്തി ചെറിയ രാജ്യങ്ങളെ ഒന്നൊന്നായി ചേർത്ത് ഒരു മഹാസാമ്രാജ്യമായി വളർന്നുകൊണ്ടിരുന്നു. പക്ഷേ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലോ അവിടെ കഥ നേരെ തിരിച്ചായിരുന്നു. ചെറിയ രാജ്യങ്ങൾ ഒരുമയില്ലാതെ പരസ്പരം പോരടിച്ച് സ്വയം ദുർബലരായി. ഈ വലിയ പ്രാദേശിക രാജ്യങ്ങളെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കുന്നത്. വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന ശക്തികൾ ഗാന്ധാരം, കംബോജം, മദ്രം എന്നിവയൊക്കെയായിരുന്നു. പക്ഷേ അവരെ ഒന്നിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അവരെപ്പോഴും പരസ്പരം ശത്രുതയിലുമായിരുന്നു. ഈ അനൈക്യം അവിടെ ഒരു അധികാരശൂന്യതയുണ്ടാക്കി. ഒരുമിച്ച് നിൽക്കുന്നതിനു പകരം അവർ തമ്മിൽ തല്ലി. ഫലമോ, കിഴക്ക് മഗധയെപ്പോലെ ഒരു വൻ ശക്തി അവിടെ ഉയർന്നു വന്നതേയില്ല. പുറത്തുനിന്നുള്ള ഒരു ശക്തിക്ക് വരാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഫലഭൂയിഷ്ടമായ മണ്ണ്, ധാരാളം സമ്പത്ത്, പോരാത്തതിന് ഹിന്ദുക്കുഷ് മലനിരകളിലെ ചുരങ്ങൾ വഴി വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് പ്രവേശിക്കാനും കഴിയുമായിരുന്നു. ഇങ്ങനെയൊരു അവസരത്തിനായി കാത്തിരുന്നതുപോലെ പടിഞ്ഞാറൊരു ഭീമൻ ശക്തി ഉദിച്ചുയരുകയായിരുന്നു: ആക്കമെനിഡ് സാമ്രാജ്യം. അതിന്റെ സ്ഥാപകനായ സൈറസ് ദി ഗ്രേറ്റിന്റെ കണ്ണുകൾ ഇന്ത്യയുടെ ഈ ദുർബലമായ അതിർത്തിയിൽ പതിഞ്ഞു. ആരായിരുന്നു ഈ അക്കാമനിഡ്സ്? ഇന്നത്തെ ഇറാൻ കേന്ദ്രീകരിച്ച് സൈറസ് സ്ഥാപിച്ച ഒരു മഹാസാമ്രാജ്യമായിരുന്നു അത്. ഈജിപ്റ്റ് മുതൽ അങ്ങ് മധ്യേഷ്യ വരെ വ്യാപിച്ചു കിടന്ന അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും. സൈറസ് പക്ഷേ നേരിട്ട് ഒരു മുഴുവൻ അധിനിവേശത്തിനൊന്നും പോയില്ല. പകരം അദ്ദേഹം ഒരു ശക്തമായ സന്ദേശം നൽകി. ഹിന്ദുക്കുഷ് പർവ്വതനിരകൾക്കപ്പുറത്തുള്ള കപിഷ എന്ന നഗരം ആക്രമിച്ച് നശിപ്പിച്ചു. അതുവഴി ഈ അതിർത്തി എത്രത്തോളം ദുർബലമാണെന്ന് അദ്ദേഹം ലോകത്തെ കാണിച്ചുകൊടുത്തു. അതായത് സൈറസിന്റെ ലക്ഷ്യം ആ പ്രദേശം മൊത്തത്തിൽ പിടിച്ചെടുക്കുക എന്നതായിരുന്നില്ല, അതിലുപരി അവിടുത്തെ സമ്പത്ത് ചൂഷണം ചെയ്യുക എന്നതായിരുന്നു. അദ്ദേഹം കംബോജം, ഗാന്ധാരം പോലുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ട്രിബ്യൂട്ട്, അതായത് കപ്പം, പിരിച്ചെടുത്തു. ഇത് പേർഷ്യൻ ആധിപത്യത്തിന്റെ തുടക്കമായിരുന്നു. സൈറസ് വഴി കാണിച്ചുകൊടുത്തു. പക്ഷേ ആ വഴിയിലൂടെ മുന്നോട്ടു പോയി ഇന്ത്യൻ മണ്ണ് ശരിക്കും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കിയത് അദ്ദേഹത്തിന് ശേഷം വന്ന ഡേറിയസ് ഒന്നാമനായിരുന്നു. സൈറസിന്റെ ആ ആദ്യത്തെ ആക്രമണങ്ങൾ കഴിഞ്ഞ് ഏകദേശം ഒരു പതിറ്റാണ്ടിനു ശേഷം, അതായത് BCE 516-ൽ ഡാരിയസ് ഒന്നാമൻ നിർണായകമായ ഒരു നീക്കം നടത്തി. അദ്ദേഹം സിന്ധു നദിയുടെ പടിഞ്ഞാറുള്ള പഞ്ചാബ് ഭാഗവും സിന്ധും പൂർണ്ണമായും പേർഷ്യൻ കൺട്രോളിലാക്കി. ഇതൊരു ചെറിയ റെയ്ഡൊന്നും ആയിരുന്നില്ല, മറിച്ച് ഒരു സമ്പൂർണ്ണ സൈനിക വിജയം തന്നെയായിരുന്നു. അപ്പോ ഇത്രയും വലിയൊരു സാമ്രാജ്യം അവരെങ്ങനെയാണ് ഭരിച്ചിരുന്നത്? ഇന്നത്തെ നമ്മുടെ സംസ്ഥാനങ്ങൾ പോലെ പേർഷ്യൻ സാമ്രാജ്യത്തെ സാട്രപ്പി എന്ന് വിളിക്കുന്ന പ്രവിശ്യകളായി തിരിച്ചിരുന്നു. ഓരോ സാട്രപ്പിയുടെയും ഭരണാധികാരിയെ സാട്രപ്പ് അഥവാ ഗവർണർ എന്നും വിളിച്ചു. അങ്ങനെ പഞ്ചാബും സിന്ധും ചേർന്ന ഈ പുതിയ പ്രദേശം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ 20ാമത്തെ സാട്രപ്പിയായി മാറി. ഒന്നാലോചിച്ചു നോക്കൂ, ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ ഒരു ഭാഗം ഒരു വിദേശ സാമ്രാജ്യത്തിന്റെ ഒരു ഔദ്യോഗിക പ്രവിശ്യയായി മാറുകയാണ്. എന്തിനാണ് ഈ ഇന്ത്യൻ പ്രവിശ്യ പേർഷ്യക്കാർക്ക് ഇത്രയും പ്രിയപ്പെട്ടതായത്? ഉത്തരം വളരെ സിമ്പിളാണ്: പണം. കണക്കുകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ വർഷവും ഇന്ത്യൻ സാത്രപ്പി പേർഷ്യൻ ഖജനാവിലേക്ക് കൊടുത്തിരുന്നത് 360 ടാലന്റ്സ് സ്വർണ്ണപ്പൊടിയാണ്. ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 30 കിലോയ്ക്ക് മുകളിലുള്ള ഒരളവാണ്. എന്നുവെച്ചാൽ 10,000 കിലോയിൽ കൂടുതൽ സ്വർണം ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു. ഇതിനെക്കുറിച്ച് പ്രശസ്ത ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് രേഖപ്പെടുത്തിയതെന്താണെന്ന് നോക്കൂ. പേർഷ്യയ്ക്ക് അവരുടെ ഏഷ്യൻ പ്രവിശ്യകളിൽ നിന്നെല്ലാം കിട്ടുന്ന മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 1/3 ഈ ഒരൊറ്റ ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്നായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്:
ഇന്ത്യൻ സാട്രാപ്പിയായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക എഞ്ചിൻ എന്ന് തന്നെ പറയാം. സാമ്രാജ്യത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യ, എല്ലാത്തിനും മുകളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന പ്രവിശ്യ. ഡാരിയസിന് ശേഷം വന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സെർക്സസ് ആണ്. അദ്ദേഹം ഇന്ത്യൻ പ്രവിശ്യയെ ഒരു സ്വർണ്ണഖനിയായി മാത്രം കണ്ടില്ല, അതിനപ്പുറം അവിടുത്തെ മനുഷ്യരുടെ ശക്തിയും അദ്ദേഹം തിരിച്ചറിഞ്ഞു. സെർക്സസിന്റെ കാലമായപ്പോഴേക്കും ഇന്ത്യൻ സാട്രാപ്പിയിൽ നിന്ന് വെറും കപ്പം പിരിക്കുക മാത്രമല്ല, അവിടെ നിന്ന് സൈനികരെ റിക്രൂട്ട് ചെയ്യാനും തുടങ്ങി. അതായത് സാമ്പത്തിക ചൂഷണത്തിൽ നിന്ന് സൈനിക ഉപയോഗത്തിലേക്കുള്ളൊരു മാറ്റം. ഗ്രീസിനെതിരെ സർക്കസ് നടത്തിയ ആ വലിയ യുദ്ധങ്ങളില്ലേ, അതിൽ ഇന്ത്യൻ സൈനികർ ഒരു പ്രധാന പങ്കുവഹിച്ചിരുന്നു. ഇന്ത്യൻ കാലാൾപ്പടയും കുതിരപ്പടയുമൊക്കെ പേർഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി യൂറോപ്യൻ മണ്ണിൽ വരെ പോരാടി. കൂട്ടത്തിൽ ഗാന്ധാരത്തിൽ നിന്നുള്ള സൈനികർ അവരുടെ പോരാട്ട വീര്യത്തിനു പേരുകേട്ടവരായിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? ഏകദേശം 200 വർഷത്തോളം, ചിന്തിക്കണം, 2 നൂറ്റാണ്ടാണ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പൂർണ്ണമായും ഒരു വിദേശ ശക്തിയുടെ, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ ഈ ചരിത്രം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു അതിർത്തിയിലെ മാത്രം അനൈക്യം എങ്ങനെയാണ് ലോകത്തിലെ തന്നെ വലിയ സാമ്രാജ്യങ്ങളുടെ തലവിധി മാറ്റിമറിക്കുന്നത്? ചരിത്രത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. ഏകദേശം 200 വർഷത്തോളം പേർഷ്യൻ സാമ്രാജ്യവും പുരാതന ഇന്ത്യയും തമ്മിൽ നടന്ന ആഴത്തിലുള്ള ഒരു സാംസ്കാരിക വിനിമയം പിൽക്കാലത്ത് ഇവിടെയുണ്ടായ വലിയ സാമ്രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് അടിത്തറ പാകിയതെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഇപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഒരു വലിയ സാമ്രാജ്യം, അവർക്കെങ്ങനെയാവും നിയമങ്ങളൊക്കെ എഴുതിയുണ്ടാക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അവരുടെ പടയാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതെങ്ങനെയാ? തങ്ങളുടെ ശക്തി ലോകത്തെ അറിയിക്കുന്നതോ? ചിലപ്പോ ഇതിന്റെയൊക്കെ ഉത്തരം തൊട്ടപ്പുറത്തെ വീട്ടില്, അതായത് അയൽ രാജ്യങ്ങളിൽ നിന്നായിരിക്കും കിട്ടുന്നത്. മൗര്യ സാമ്രാജ്യത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. അവർക്ക് ഈ ആശയങ്ങളെല്ലാം കിട്ടിയത് പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നായിരുന്നു. ശരി, അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ യാത്രയിൽ നമ്മൾ 5 പ്രധാന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 200 വർഷം നീണ്ട ആ സാംസ്കാരിക വിനിമയം, അതിൽ നിന്നുണ്ടായ ഒരു ലിപിയുടെ പൈതൃകം, അന്നത്തെ വാണിജ്യത്തിന്റെ ചാലകശക്തി, പിന്നെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ബ്ലൂ പ്രിന്റ്, അവസാനം അതിവിടെ അവശേഷിപ്പിച്ചു പോയ മായാത്ത മുദ്രയും. നമ്മുടെ ആദ്യത്തെ ഭാഗം 200 വർഷത്തെ സാംസ്കാരിക വിനിമയം. ഇതു കേവലം രാഷ്ട്രീയവും വ്യാപാരവും മാത്രമായിരുന്നില്ല, അതിനും ഒരുപാട് അപ്പുറത്തായിരുന്നു. 200 വർഷം, ഒന്ന് ഓർത്തുനോക്കൂ, ഇതൊരു ചെറിയ കാലയളവേ അല്ല. ഇത്രയും നീണ്ടൊരു ബന്ധം എത്ര വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടാകും? ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായ സാംസ്കാരികവും സാമൂഹികവുമായ സ്വാധീനങ്ങൾ ചെലുത്താൻ ഈ നീണ്ട കാലയളവ് ധാരാളമായിരുന്നു. അതെ, ഞാൻ പറഞ്ഞതുപോലെ ഈ ബന്ധം വെറും കച്ചവടത്തിൽ ഒതുങ്ങി നിന്നില്ല. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആഴത്തിൽ വേരൂന്നിയ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് ഇത് വഴിവച്ചു. ശരിക്കും പറഞ്ഞാൽ പിൽക്കാലത്തെ പല മാറ്റങ്ങൾക്കും അടിത്തറ പാകിയത് ഈ ബന്ധമായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ലിപിയുടെ പൈതൃകം, ഖരസ്തിയുടെ ജനനം. ഈ ബന്ധത്തിന്റെ ഏറ്റവും വ്യക്തമായ ഫലങ്ങളിലൊന്ന് ഒരു പുതിയ എഴുത്തുരീതിയുടെ ഉദയമായിരുന്നു. അപ്പോ എന്താണ് ഈ ഖരോഷ്ഠി അഥവാ ഖരോഷ്ഠി ലിപി? പുരാതന ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേകതരം എഴുത്തുരീതിയാണിത്. ഇതിന്റെ ഉത്ഭവം പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ലിപിയായിരുന്ന അരാമേക്കിൽ നിന്നാണ്. മറ്റൊരു രസകരമായ കാര്യം, ഇന്നത്തെ അറബി പോലെ വലത്തുനിന്ന് ഇടത്തോട്ടായിരുന്നു ഇത് എഴുതിയിരുന്നത്. അപ്പോ ഈ ഖരോസ്തി എന്ന ലിപി, അതിന്റെ വേരുകൾ എവിടെയാണെന്ന് നോക്കിയാൽ അത് വളരെ വ്യക്തമാണ്. ഇറാനിൽ നിന്നുള്ള എഴുത്തുകാരാണ് ഈ ലിപി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒഫീഷ്യൽ സ്ക്രിപ്റ്റ് ആയിരുന്നു അരാമേയിക്. അതിൽ നിന്നാണിത് ഉരുത്തിരിഞ്ഞു വന്നത്. വലത്തുനിന്ന് ഇടത്തോട്ടായിരുന്നു എഴുത്ത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ AD 3-ാം നൂറ്റാണ്ട് വരെ ഈ ലിപി ഉപയോഗിച്ചിരുന്നെന്ന് ഓർക്കണം. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. പുറത്തുനിന്ന് വന്ന ഈ ലിപി മൗര്യന്മാരുടെ കാലത്ത് ഇവിടെ ശരിക്കും തഴച്ചു വളർന്നു. സാക്ഷാൽ അശോക ചക്രവർത്തി തന്നെ അദ്ദേഹത്തിന്റെ ശിലാശാസനങ്ങൾ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ കൊത്തിയെഴുതാൻ ഉപയോഗിച്ചത് ഈ ഖരോഷ്ഠി ലിപിയായിരുന്നു. ഇത് പേർഷ്യൻ സ്വാധീനം എത്രത്തോളം ആഴത്തിലായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അടുത്തതായി നമ്മൾ നോക്കുന്നത് സാമ്പത്തിക രംഗത്തെ സ്വാധീനമാണ്. 3-ാമത്തെ ഭാഗം, വാണിജ്യത്തിന്റെ ചാലകശക്തി, അതായത് സിഗളോയി നാണയങ്ങളെക്കുറിച്ച്.
ഈ 200 വർഷം നീണ്ട ബന്ധം ഇൻഡോ ഇറാനിയൻ വ്യാപാരത്തിനും വാണിജ്യത്തിനും ഒരു വലിയ ഉത്തേജനം തന്നെ നൽകി. അക്കാലത്തെ ഈ കച്ചവട കൈമാറ്റങ്ങളിൽ നാണയങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു. അപ്പോ ഈ സാമ്പത്തിക മുദ്ര എങ്ങനെയായിരുന്നു? പേർഷ്യൻ സിഗ്ലോയി മോഡലിലുള്ള വെള്ളി നാണയങ്ങള് നമ്മുടെ ഈ പ്രദേശത്ത് വ്യാപകമായി പ്രചാരത്തിലുണ്ടായിരുന്നു. അധികം വൈകാതെ അതേപോലുള്ള നാണയങ്ങള് ഇന്ത്യയിലും നിർമ്മിക്കാൻ തുടങ്ങി. പുരാവസ്തു ഗവേഷകർക്ക് ഇറാനിയൻ നാണയങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് അക്കാലത്തെ സജീവമായ വ്യാപാരബന്ധത്തിന്റെ വളരെ വ്യക്തമായൊരു തെളിവാണ്. ഇനി 4ാമത്തെ ഭാഗത്തേക്ക്. ഒരു സാമ്രാജ്യത്തിന്റെ രൂപരേഖ, മൗര്യ കലയും ഭരണവും. പേർഷ്യൻ മാതൃകകൾ മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണത്തിലും അവരുടെ സ്മാരകങ്ങളുടെ നിർമ്മാണത്തിലും എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് നോക്കാം. ചക്രവർത്തിയുടെ ശബ്ദം. അശോകന്റെ സ്തംഭശാസനങ്ങൾക്ക് പേർഷ്യൻ രാജാവായിരുന്ന ഡാരിയസിന്റെ ശാസനങ്ങളുമായി ശൈലിയിൽ നല്ല സാമ്യമുണ്ടായിരുന്നു. രണ്ടും തുടങ്ങുന്നത് മൂന്നാമതൊരാൾ സംസാരിക്കുന്നത് പോലെയാണ്, പിന്നെ അത് രാജാവ് നേരിട്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അശോകന്റെ ശാസനങ്ങളിൽ ലിപി എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്. ഇത് ഇറാനിയൻ പദമായ ദിപി-യിൽ നിന്ന് വന്നതാണെന്നാണ് കരുതപ്പെടുന്നത്. ഭാഷയെപ്പോലും സ്വാധീനം കണ്ടില്ലേ? ഇനി നമുക്ക് ദൃശ്യപരമായ തെളിവുകളിലേക്ക് വരാം. സാരാനാഥിലെ അശോകന്റെ പ്രശസ്തമായ സിംഹസ്തംഭം നോക്കൂ. അതിലെ തലകീഴായ താമരയുടെ ആകൃതി, അതായത് ബെൽ ഷേപ്ഡ് ക്യാപിറ്റൽ, പിന്നെ നല്ല മിനുസപ്പെടുത്തിയ പ്രതലം, ഇവ രണ്ടും പേർഷ്യൻ സ്വാധീനം വ്യക്തമാക്കുന്ന സവിശേഷതകളാണ്. പക്ഷേ മൗര്യന്മാർ അതെല്ലാം അതുപോലെ കോപ്പിയടിക്കുകയായിരുന്നോ? ഒരിക്കലുമല്ല. ഈ താരതമ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മിനുക്കിയ പ്രതലങ്ങൾ, തൂണുകളുടെ മുകളിലുള്ള മൃഗങ്ങളുടെ രൂപങ്ങൾ, ആ ബെൽ ഷേപ്ഡ് ഡിസൈൻ, ഇതൊക്കെ സാമ്യതകളാണ്, ശരിതന്നെ. പക്ഷേ വ്യത്യാസങ്ങളുമുണ്ട്. പേർഷ്യൻ തൂണുകൾക്കൊക്കെ ഒരു ബേസ്, അതായത് ഒരു അടിത്തറയുണ്ടായിരുന്നു. എന്നാൽ മൗര്യൻ തൂണുകൾക്ക് അത് കാണില്ല. അതുപോലെ പേർഷ്യൻ തൂണുകളിൽ വരകളൊക്കെ കാണാം. മൗര്യൻ തൂണുകളാണെങ്കിലോ നല്ല മിനുസമുള്ളതായിരിക്കും. അപ്പോ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്തു മനസ്സിലാക്കാം? അവർ പേർഷ്യൻ ആശയങ്ങൾ കടമെടുത്തു, എന്നിട്ട് അതിനെ തങ്ങളുടേതായ രീതിയിൽ മെച്ചപ്പെടുത്തി മാറ്റിമറിച്ചു. അതായിരുന്നു അവരുടെ ശൈലി. അവസാനമായി നമ്മുടെ 5ാമത്തെ ഭാഗം, ഒരു മായാത്ത മുദ്ര. ഈ സാംസ്കാരിക വിനിമയത്തിന്റെ ദീർഘകാല പ്രാധാന്യം ശരിക്കും എന്തായിരുന്നു? ഈ ഉദ്ധരണി ഇതിന്റെ പ്രാധാന്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ഇറാനിയൻ ബന്ധം കുറച്ചുകാലം മാത്രം നീണ്ടുനിന്ന ഇൻഡോ മാസിഡോണിയൻ ബന്ധത്തേക്കാൾ കൂടുതൽ ഫലപ്രദമായിരുന്നു. ഇത് വളരെ ശക്തമായൊരു നിരീക്ഷണമാണ്, അല്ലേ? അപ്പോൾ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സ്തംഭങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരൊറ്റ സംസ്കാരത്തിന്റെ മാത്രം ശക്തിയാണോ, അതോ പല സംസ്കാരങ്ങൾ ഒന്നിച്ചു ചേർന്നതിന്റെ ജ്ഞാനമാണോ? നമസ്കാരം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. സാക്ഷാൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യൻ പടയോട്ടം, ആ ലോകം മാറ്റിമറിച്ച യാത്രയുടെ തുടക്കം, അതിന്റെ ആദ്യഘട്ടം നമുക്ക് വിശദമായൊന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മൾ ഉത്തരം തേടുന്ന ചോദ്യം. ഒരാൾക്ക് എങ്ങനെയാണൊരു ഉപഭൂഖണ്ഡം മുഴുവൻ പിടിച്ചടക്കാനുള്ളൊരു യാത്ര തുടങ്ങാൻ സാധിച്ചത്? എന്തായിരുന്നു അതിനു പിന്നിലെ സാഹചര്യങ്ങൾ? നമുക്കിതിലേക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോൾ കഥ തുടങ്ങുന്നത് BCE 327-ലാണ്. അലക്സാണ്ടർ അപ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ പേർഷ്യൻ സാമ്രാജ്യത്തെ തകർത്തു തരിപ്പണമാക്കിയിരുന്നു. ആ ഒരു ഗംഭീര വിജയത്തിനു ശേഷം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ നോട്ടം കിഴക്കോട്ടായി, അതായത് സമ്പന്നവും നിഗൂഢവുമായ ഇന്ത്യയിലേക്ക്. അപ്പോൾ എന്തായിരുന്നു അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വലിച്ചെടുപ്പിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ അളവറ്റ സമ്പത്തിനെക്കുറിച്ച് ഗ്രീസിലാകെ പാട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ. പക്ഷേ എല്ലാത്തിനും മുകളിൽ ലോകത്തിന്റെ കിഴക്കിയറ്റം കാണണം, അത് കീഴടക്കണം എന്ന അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ആഗ്രഹമുണ്ടല്ലോ, അതായിരുന്നു ഏറ്റവും വലിയ പ്രേരണ. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. അലക്സാണ്ടർ ഇന്ത്യയുടെ പടിവാതിൽക്കലെത്തുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത് ഇതിലാണ്. നോക്കൂ, അന്നത്തെ ഇന്ത്യയെ നമുക്ക് രണ്ടായിട്ട് കാണാം. കിഴക്ക് നന്ദരാജവംശത്തിന് കീഴിൽ അതിശക്തമായ ഒരൊറ്റക്കെട്ടായ മഗധ സാമ്രാജ്യം. പക്ഷേ അലക്സാണ്ടർ വരാൻ പോകുന്ന വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയുടെ അവസ്ഥയോ? അത് നേരെ തിരിച്ചായിരുന്നു. ഒരു കേന്ദ്രീകൃത ഭരണമില്ല, പകരം പരസ്പരം പോരടിക്കുന്ന കുറേയേറെ ചെറിയ രാജ്യങ്ങളും ഗോത്രങ്ങളും. ശരിക്കും ചിന്നിച്ചിതറിയൊരവസ്ഥ. ഈ ഒരു വാചകം അന്നത്തെ അവസ്ഥയെ കൃത്യമായി വരച്ചുകാട്ടുന്നുണ്ട്. ഒരു പൊതുശത്രുവിനെതിരെ ഒരുമിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു വലിയ ശക്തി അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു അനൈക്യം തന്നെയാണ് അലക്സാണ്ടർക്ക് ഇന്ത്യയിലേക്കുള്ള വാതിൽ തുറന്നുകൊടുത്തത് എന്നു പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അലക്സാണ്ടറുടെ യാത്രയെ ഒന്ന് പിന്തുടരാമല്ലേ?
അദ്ദേഹവും 10,000 വരുന്ന സൈന്യവും നേരിട്ട ആദ്യത്തെ ഭീമാകാരമായ തടസ്സം അത് ഹിന്ദുകുഷ് പർവ്വതനിരകളായിരുന്നു. ഈ മാപ്പിലേക്കൊന്ന് നോക്കിക്കേ. പേർഷ്യയിൽ നിന്ന് തുടങ്ങി മഞ്ഞുമൂടിയ അതിദുർഘടമായ ഈ ഹിന്ദുകുഷ് പർവ്വതനിരകൾ താണ്ടിയുള്ള ആ യാത്ര ഇതൊരു സിമ്പിൾ ട്രെക്കിംഗ് ആയിരുന്നില്ല. ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ സൈനിക മുന്നേറ്റങ്ങളിലൊന്നായിരുന്നു അത്. ഈ യാത്രയിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് ഖൈബർ പാസായിരുന്നു. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു സ്വാഭാവിക കവാടം. പക്ഷേ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്ന ഇത്രയും തന്ത്രപ്രധാനമായ ഒരു പാതയ്ക്ക് യാതൊരു കാവലും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ പർവ്വതങ്ങൾ കടന്നാൽ ഇന്ത്യയായി എന്നായിരുന്നില്ല അവസ്ഥ. നേരെ മറിച്ച് അലക്സാണ്ടർക്ക് വിശ്രമിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഏകദേശം 10 മാസത്തോളം വഴിനീളമുള്ള ധീരരായ ഗോത്രവർഗ്ഗങ്ങളുമായി അതിശക്തമായ പോരാട്ടങ്ങൾ. ഓരോ അടിയും പോരാടി തന്നെ നേടേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ആ പ്രവേശനം ഒരു വിനോദയാത്രയായിരുന്നില്ല. തന്റെ സൈനികശക്തി എന്താണെന്ന് അവിടുത്തെ ഓരോ ഗോത്രത്തെയും ബോധ്യപ്പെടുത്തി ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയുമായിരുന്നുള്ളൂ. നിരന്തരമായ യുദ്ധങ്ങൾക്കുശേഷം കഥയിലൊരു ട്വിസ്റ്റ് വരികയാണ്. ഇവിടെ വാളിനു പകരം നയതന്ത്രം രംഗത്തേക്ക് വരുന്നു. അധിനിവേശത്തിന്റെ ഗതി തന്നെ മാറ്റിയൊരു നിർണായക സംഭവം. നമ്മൾ സംസാരിക്കുന്നത് ടാക്സിലെക്കുറിച്ചാണ്. അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്ന്, അറിവിന്റെയും കച്ചവടത്തിന്റെയും വലിയൊരു കേന്ദ്രം. ഇവിടം ഭരിച്ചിരുന്നത് അംബി എന്ന രാജാവായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, രാജാവ് അംബിയുടെ അവസ്ഥ. ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക ശക്തി നിങ്ങളുടെ രാജ്യത്തിന്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. എന്തു ചെയ്യും? ഒന്നുകിൽ സർവ്വശക്തിയും എടുത്ത് പൊരുതി മരിക്കാം, അല്ലെങ്കിൽ കീഴടങ്ങാം. അദ്ദേഹത്തിനു മുന്നിൽ ആകെ 2 വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. അംബി രണ്ടാമത്തെ വരിയാണ് തിരഞ്ഞെടുത്തത്. ഒരു തുള്ളി ചോര പോലും ചിന്താതെ അദ്ദേഹം അലക്സാണ്ടർക്ക് മുന്നിൽ കീഴടങ്ങി. അതുമാത്രമല്ല, സൈന്യത്തെയും സമ്പത്തും നൽകി അലക്സാണ്ടറെ സഹായിക്കുകയും ചെയ്തു. അപ്പോ അംബി എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? ഇത് വെറുമൊരു ഭയമായിരുന്നില്ല, മറിച്ച് ഒരു ഒന്നാംതരം രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഒന്ന്, ഒരു വലിയ യുദ്ധമൊഴിവാക്കി സ്വന്തം ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിച്ചു. 2, അലക്സാണ്ടറെ സഹായിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായ പോറസ് രാജാവിനെതിരെ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു കൂട്ടാളിയെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി. ടാക്സിലയിൽ നിന്ന് വലിയൊരു സൈനിക സാമ്പത്തിക സഹായം ലഭിച്ചതോടെ അലക്സാണ്ടർ തന്റെ പടയോട്ടം തുടരുന്നു. പക്ഷേ ഇനി അദ്ദേഹം നേരിടാൻ പോകുന്നത് അംബിയെപ്പോലെ സൗഹൃദം കാണിക്കുന്ന ഒരാളെയല്ല, മറിച്ച് ശക്തമായ ഒരു ചെറുത്തുനിൽപ്പിനെയാണ്. അലക്സാണ്ടറുടെ സൈന്യം ഹൈഡാസ്പസ്, അതായത് നമ്മളിന്ന് ജലും എന്ന് വിളിക്കുന്ന നദിയുടെ തീരത്തെത്തി. അവിടെ നദിയുടെ മറുകരയിൽ അവരെ കാത്തിരുന്നത് അടുത്ത വലിയ വെല്ലുവിളിയായിരുന്നു. നദിയുടെ അക്കരെ തന്റെ മുഴുവൻ സൈന്യവുമായി അലക്സാണ്ടറെ കാത്തിരിക്കുകയായിരുന്നു പോറസ് രാജാവ്. അംബിയെപ്പോലെ കീഴടങ്ങാൻ അദ്ദേഹം ഒരുക്കമേ ആയിരുന്നില്ല. ഇതാണ് പോറസിനെ വ്യത്യസ്തനാക്കുന്നത്. ചിതറിക്കിടന്ന ഗോത്രങ്ങളെപ്പോലെയല്ല. അലക്സാണ്ടർ അതുവരെ ഇന്ത്യയിൽ നേരിട്ടതിൽ വെച്ച് ഏറ്റവും സംഘടിതവും ശക്തവുമായ സൈന്യമായിരുന്നു പോറസിന്റേത്. ഇത് ഒരു യഥാർത്ഥ വെല്ലുവിളിയായിരുന്നു. അങ്ങനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പോരാട്ടങ്ങളിലൊന്നിന് ജേലം നദിയുടെ തീരത്ത് കളമൊരുങ്ങുകയായിരുന്നു. ഒരറ്റത്ത് അലക്സാണ്ടർ, മറ്റേ അറ്റത്ത് പോറസ്. അലക്സാണ്ടറുടെ ലോകം കണ്ട യുദ്ധതന്ത്രങ്ങളും പോറസ് രാജാവിന്റെ അടങ്ങാത്ത ധൈര്യവും നേർക്കുനേർ വരുമ്പോൾ ആരായിരിക്കും ജയിക്കുക? ആ ഇതിഹാസ പോരാട്ടത്തിന്റെ കഥയുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ, അയാൾക്ക് മുന്നിൽ ഇനി ഒരൊറ്റ അതിർത്തി മാത്രം, ഇന്ത്യ. പേർഷ്യൻ സാമ്രാജ്യം വരെ കാൽ കീഴാക്കിയ ആ പടയോട്ടം അറിയപ്പെടുന്ന ലോകത്തിന്റെ അറ്റത്തേക്കെത്തുകയായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് അതുവരെ കണ്ട വെല്ലുവിളികളൊന്നുമല്ലായിരുന്നു. അപ്പോ എന്താ സംഭവിക്കുക? തടഞ്ഞു നിർത്താൻ പറ്റാത്തൊരു സൈന്യം, ഒട്ടും തകർക്കാൻ പറ്റാത്തൊരു ആത്മവീര്യത്തെ നേരിടുമ്പോൾ എന്ത് സംഭവിക്കും? ശരിക്കും പറഞ്ഞാൽ ഈ കഥയിൽ 2 യുദ്ധങ്ങളുണ്ട്. ഒന്ന് ശരിക്കും നടന്നൊരു യുദ്ധം, പിന്നെ സൈനികരുടെ മനസ്സിനുള്ളിൽ നടന്നൊരു പോരാട്ടം. നമുക്ക് ഈ 2 യുദ്ധങ്ങളിലേക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കേ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. സമയം BC 326. അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ സൈന്യവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെത്തിയിരിക്കുകയാണ്. ഓർക്കണം, വെറും സൈന്യമല്ല, 10 വർഷം തുടർച്ചയായി യുദ്ധം ചെയ്ത് പേർഷ്യ വരെ കീഴടക്കി ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു സൈന്യം. ഇതൊരു സാധാരണ യുദ്ധമായിരുന്നില്ല. 2 ലോകങ്ങൾ തമ്മിലുള്ള ഒരു ക്ലാഷ് ആയിരുന്നു അത്. ഒരു സൈഡിൽ നോക്കിയ 10 വർഷത്തെ യുദ്ധപരിചയം കൊണ്ട് ഉരുക്കുപോലെയായ അലക്സാണ്ടറുടെ സൈന്യം. തന്ത്രങ്ങൾ മെനയുന്നതിൽ അവരെ വെല്ലാനാടില്ല. ഇനി മറുവശത്തോ, സ്വന്തം നാട് സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഇന്ത്യൻ രാജ്യങ്ങൾ. അവർക്ക് ഭൂപ്രകൃതിയുടെ ആനുകൂല്യമുണ്ട്. പിന്നെ ഗ്രീക്കുകാർ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭീകരൻ, വാർ എലിഫൻസ്. അലക്സാണ്ടർ ഒരു മിടുക്കനായ തന്ത്രജ്ഞൻ കൂടിയായിരുന്നു.
ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ സാഹചര്യം അയാൾ നന്നായി മുതലെടുത്തു. ഇവിടുത്തെ രാജാക്കന്മാർ തമ്മിൽ ഒരു ഐക്യമുണ്ടായിരുന്നില്ല. പലരും തമ്മിൽ തല്ലി നിൽക്കുകയായിരുന്നു. തക്ഷശിലയിലെ അംബിരാജാവിനെപ്പോലുള്ളവർ യുദ്ധം പോലും ചെയ്യാതെ അലക്സാണ്ടറിന് മുന്നിൽ കീഴടങ്ങി. പക്ഷേ എല്ലാവരും അങ്ങനെയായിരുന്നില്ല. അലക്സാണ്ടറെ നേരിടാൻ ധൈര്യം കാണിച്ച ഒരാളുണ്ടായിരുന്നു, രാജാവ് പോറസ്. അങ്ങനെയാണ് നമ്മൾ ഈ കഥയിലെ ഏറ്റവും നിർണായകമായൊരു പോരാട്ടത്തിലേക്കെത്തുന്നത്. ചരിത്രത്തിൽ ഇടം പിടിച്ച ആ വലിയ യുദ്ധം. ജലം നദിയുടെ തീരത്തുവെച്ച് അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടുന്നു. ബാറ്റിൽ ഓഫ് ദ ഹൈഡാസ്പിസ്. ഈ വാർ എലഫൻസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാർക്കൊരു പുതിയ സംഭവമായിരുന്നു, ഒരു ഭീകരമായ കാഴ്ച. അത് വെറുമൊരു ആയുധം മാത്രമല്ല, ഒരു സൈക്കോളജിക്കൽ വെപ്പൺ കൂടിയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പടുകൂറ്റൻ ആനകൾ ചിഹ്നം വിളിച്ച് പാഞ്ഞെടുക്കുന്നത്. അത് കാണുന്ന ഏതൊരു സൈന്യത്തിൻ്റെയും നെഞ്ചൊന്ന് കാളും. ശത്രുക്കളുടെ ധൈര്യം ചോർത്തിക്കളയാൻ ഇത് ധാരാളമായിരുന്നു. ആ സീനൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. പേമാരി പെയ്ത് ജലം നദി കരകവിഞ്ഞൊഴുകുന്നു. ഒരു കരയിൽ അലക്സാണ്ടറുടെ സൈന്യം, മറുകരയിൽ ആനപ്പടയും രഥങ്ങളുമായി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന പോറസിന്റെ സൈന്യം. നദി കടന്ന് നേർക്കുനേർ ഒരു ആക്രമണം നടക്കില്ല. ഇവിടെയാണ് അലക്സാണ്ടറിന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും മികച്ച യുദ്ധതന്ത്രങ്ങളിലൊന്ന്. അലക്സാണ്ടർ എന്തു ചെയ്തെന്നോ, രാത്രിയുടെ മറവിൽ സൈന്യത്തിലെ ഒരു വിഭാഗവുമായി കുറേ ദൂരം മാറി നദി കടന്നു. പോറസ് ഇത് പ്രതീക്ഷിച്ചതേയില്ല. ഒരു സർപ്രൈസ് അറ്റാക്ക്. തുടക്കത്തിൽ പോറസിന്റെ ആനകൾ ശരിക്കും ഗ്രീക്ക് സൈന്യത്തെ വിറപ്പിച്ചു. പക്ഷേ അലക്സാണ്ടറുടെ കുതിരപ്പടയും പിന്നെ അവരുടെ ആ സ്പെഷ്യൽ ഫോർമേഷൻ, മാസഡോളിയൻ ഫെലാങ്സ്, നീണ്ട കുന്തങ്ങളുമായി ഒരുമിച്ച് നിന്ന് പ്രതിരോധിച്ചപ്പോൾ ആനകൾ വിരണ്ടോടി. ഇന്ത്യൻ സൈന്യത്തിന്റെ താളം തെറ്റി. യുദ്ധം കഴിഞ്ഞു. അലക്സാണ്ടർ ജയിച്ചു. പക്ഷേ അതിനുശേഷം നടന്നത് ഒരുപക്ഷേ യുദ്ധത്തേക്കാൾ അവിശ്വസനീയമായ കാര്യമായിരുന്നു. ഇവിടെയാണ് ഈ കഥ ശരിക്കും ഒരു ട്വിസ്റ്റ് എടുക്കുന്നത്. തോറ്റെങ്കിലും പോറസ് ഒരു യോദ്ധാവിനെ പോലെ തലയുയർത്തി നിന്നു. അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് ചോദിച്ചു, നിങ്ങളോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന്. പോറസിന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പെരുമാറുന്നത് പോലെ. ആ ഒരൊറ്റ മറുപടിയിൽ, ആ ധീരതയിൽ അലക്സാണ്ടർ ശരിക്കും ഇംപ്രസ്ഡായിപ്പോയി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സാധാരണഗതിയിൽ തോറ്റ രാജാവിനെ കൊല്ലുകയോ തടവിലാക്കുകയോ ആണ് ചെയ്യുക. പക്ഷെ അലക്സാണ്ടർ പോറസിന് അദ്ദേഹത്തിന്റെ രാജ്യം തിരികെ നൽകി. അതുമാത്രമല്ല, കുറച്ചുകൂടി സ്ഥലങ്ങൾ കൂട്ടിച്ചേർത്ത് നൽകി അദ്ദേഹത്തെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാക്കി. തീർച്ചയായും ഇതൊരു മികച്ച തന്ത്രമായിരുന്നു. ഇന്ത്യയുടെ ഉള്ളിലേക്ക് കടക്കാൻ പോറസിനെപ്പോലെ ഒരാളുടെ സഹായം വേണം. എങ്കിലും അതിലുപരി അതൊരു പരസ്പര ബഹുമാനത്തിന്റെ വിജയമായിരുന്നു. അപ്പോ ബാറ്റിൽ ഓഫ് ദ ഹൈഡസ്പേസ് കഴിഞ്ഞു. ശാരീരികമായ ആ യുദ്ധത്തിൽ അലക്സാണ്ടർ വിജയിച്ചു. ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാം. യുദ്ധക്കളത്തിലെ വിജയത്തിൽ നിന്ന് സൈനികരുടെ മനസ്സിനുള്ളിലെ തകർച്ചയിലേക്ക്. കിഴക്കോട്ടുള്ള ആ മാർച്ചിന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ജലത്തിലെ വിജയത്തിനു ശേഷം അടുത്ത ലക്ഷ്യം കിഴക്കോട്ടായിരുന്നു. സൈന്യം മുന്നോട്ട് നീങ്ങി, എല്ലാം പ്ലാൻ അനുസരിച്ചു പോവുകയായിരുന്നു. പക്ഷേ ബിയാസ് നദിക്കരയിലെത്തിയപ്പോൾ, അതായത് ഹൈഫൈസിസ്, എല്ലാം നിന്നു. പടയോട്ടം അവിടെ വെച്ച് നിശ്ചലമായി. അപ്പോ എന്താ അവിടെ സംഭവിച്ചത്? എന്തിനാണ് ആ സൈന്യം മുന്നോട്ടു പോകാൻ വിസമ്മതിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. 10 വർഷമായി അവർ വീട്ടുകാരെ കണ്ടിട്ട്. തുടർച്ചയായ യുദ്ധങ്ങൾ, ക്ഷീണം, രോഗങ്ങൾ, പിന്നെ ഇന്ത്യയിലെ ഈ കഠിനമായ ചൂടും കാലാവസ്ഥയും അവർക്ക് മടുത്തു തുടങ്ങിയിരുന്നു. പോരാത്തതിന് പോറസുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ പോരാളികളുടെ ശക്തി എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി. ആ ഒരൊറ്റ യുദ്ധം അവരുടെ ധൈര്യം കുറച്ചൊന്നുമല്ല കെടുത്തിയത്. പക്ഷേ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ലായിരുന്നു. അവരെ ശരിക്കും പിന്തിരിപ്പിച്ചത് അവർ കണ്ട ഒരു ശത്രുവല്ല, മറിച്ച് അവർ കേട്ടറിഞ്ഞ ഒരു ഭീമാകാരനായ ശത്രുവായിരുന്നു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ ഇതായിരുന്നു. പോറസിന്റെ രാജ്യം ഒരു തുടക്കം മാത്രം. കിഴക്ക് ഗംഗയുടെ തീരത്ത് അതിശക്തമായൊരു സാമ്രാജ്യം അവരെ കാത്തിരിക്കുന്നുണ്ട്. നന്ദ എംപയർ. കേട്ടുകേൾവി വെച്ച് അവർക്ക് അളവറ്റ സമ്പത്തും അതിഭീമമായൊരു സൈന്യവുമുണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ വലിപ്പം കേട്ട നിങ്ങളും ഞെട്ടും. നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് നോക്കാം. നന്ദന്മാരുടെ കാലാൾപ്പട 2,00,000. ഒന്നോർക്കണം, അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മൊത്തം സൈന്യത്തേക്കാൾ കൂടുതലാണത്. 60,000 കുതിരപ്പടയാളികൾ. അലക്സാണ്ടറിന്റെ കുതിരപ്പടയൊക്കെ ഇതിനു മുന്നിൽ ഒന്നുമല്ല. പക്ഷേ യഥാർത്ഥ ഷോക്ക് ഇതായിരുന്നു. 6,000 വാർ എലിഫൻസ്. പോറസിന്റെ കയ്യിലുണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി. അത്രയും വലിയൊരു ആനപ്പടയെ നേരിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അതോടെ അവരുടെ ധൈര്യം മുഴുവൻ ചോർന്നുപോയി. അലക്സാണ്ടർ തകർന്നുപോയി. അയാൾ സൈന്യത്തോട് ഒരുപാട് സംസാരിച്ചു, അവരെ പ്രേരിപ്പിക്കാൻ നോക്കി. പക്ഷെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും കേട്ടില്ല. നിരാശനായ അലക്സാണ്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വാസമില്ലാത്തതും ഭീരുത്വം കൊണ്ട് തകർന്നതുമായ ഹൃദയങ്ങളെ ഉണർത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ എല്ലാ വേദനയുമുണ്ട്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ. ലോകം മുഴുവൻ കീഴടക്കിയ
ഒരു യുദ്ധത്തിൽ പോലും തോൽക്കാത്ത അലക്സാണ്ടർ അവസാനം തോറ്റത് ഒരു ശത്രുവിനോടല്ല, സ്വന്തം സൈനികരുടെ ഭയത്തിനു മുന്നിലാണ്. കിഴക്കോട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം ആ ബിയാസ് നദിക്കരയിൽ വെച്ച് അവസാനിച്ചു. അപ്പോൾ അലക്സാണ്ടറിന്റെ ഈ അനുഭവം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ശരിക്കും ഒരു സാമ്രാജ്യത്തിന്റെ മുന്നേറ്റം തടയുന്നത് എന്താണ്? ഒരു കോട്ട കെട്ടിയ അതിർത്തിയോ അതോ ഭയപ്പെടുത്തുന്ന ഒരു കഥയോ? നന്ദന്മാരുടെ സൈന്യത്തെ അലക്സാണ്ടറുടെ സൈന്യം കണ്ടിട്ടുപോലുമില്ല. അവരെ തടഞ്ഞത് ആ സൈന്യത്തെക്കുറിച്ചുള്ള ഭയം നിറഞ്ഞ കഥകളാണ്. ഒരുപക്ഷേ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ, കീഴടക്കാൻ ഏറ്റവും പ്രയാസമുള്ള കോട്ടകൾ നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ തന്നെയല്ലേ? നമസ്കാരം. ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട്. അവ വെറും യുദ്ധങ്ങൾ മാത്രമല്ല, ഒരു നാടിന്റെ തന്നെ തലവിധി മാറ്റിമറിക്കുന്ന ചില വഴിത്തിരിവുകളാണ്. അങ്ങനെയൊന്നാണ് അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണം. സത്യത്തിൽ അതൊരു സൈനിക മുന്നേറ്റം എന്നതിലുപരി ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ചില അപ്രതീക്ഷിത മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. അപ്പോ ഒരു ജേതാവിന്റെ യഥാർത്ഥ പൈതൃകം എന്താണ്? അവർ ജയിച്ച യുദ്ധങ്ങളാണോ, അതോ അവർക്ക് ശേഷം ബാക്കിയാവുന്ന ഒരു പുതിയ ലോകമാണോ? അലക്സാണ്ടറുടെ കാര്യത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം അത്ര സിമ്പിളല്ല. ഒരു ആക്രമണം എങ്ങനെയാണൊരു പുതിയ ലോകത്തിന് വഴി തുറന്നുകൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. 19 മാസം അത്രയുണ്ടായിരുന്നുള്ളൂ അലക്സാണ്ടർ ഇന്ത്യയിൽ. ചരിത്രത്തിന്റെ വലിയൊരു ക്യാൻവാസിൽ ഇതൊരു ചെറിയൊരു പൊട്ടുപോലെയാണ്. പക്ഷെ ആലോചിച്ചു നോക്കൂ, ഈ ചെറിയ കാലയളവ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ലോകവുമായുള്ള ബന്ധങ്ങളിലും ഉണ്ടാക്കിയ മാറ്റങ്ങൾ എത്ര വലുതായിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 5 പ്രധാന വിഷയങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഇവ ഓരോന്നും അലക്സാണ്ടർ ഇന്ത്യയിൽ വരുത്തിയ ആ അപ്രതീക്ഷിത മാറ്റങ്ങളുടെ കഥകളാണ്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. അലക്സാണ്ടറുടെ ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലങ്ങളിലൊന്നെന്താണെന്ന് വെച്ചാൽ, ഇതാദ്യമായിട്ടാണ് പുരാതന യൂറോപ്പും ഇന്ത്യയും തമ്മിൽ നേർക്കുനേർ വരുന്നത്. അതുവരെ അവർക്ക് പരസ്പരം അറിയാവുന്നത് കെട്ടുകഥകളിലൂടെയും കച്ചവടക്കാർ പറഞ്ഞ കഥകളിലൂടെയും മാത്രമായിരുന്നു. ഈ പറയുന്നത് പോലെ ഇതായിരുന്നു ശരിക്കുമുള്ള ആ ഫസ്റ്റ് കോണ്ടാക്ട്. ഇതൊരു യുദ്ധം മാത്രമായിരുന്നില്ല, ശരിക്കും പറഞ്ഞാൽ 2 ലോകങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടുകയായിരുന്നു. അലക്സാണ്ടർ ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ ഒരു പറ്റം ചരിത്രകാരന്മാരുമുണ്ടായിരുന്നു. അവർ കണ്ടതൊക്കെ അതേപടി എഴുതിവെച്ചു. ആ എഴുത്തുകളാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി. അവരുടെ കൃത്യമായ തീയതികളുള്ള രേഖകൾ കാരണമാണ് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിന് ഒരു ടൈം ലൈൻ ഉണ്ടാക്കാൻ പോലും സാധിച്ചത്. പിന്നെ അന്നത്തെ സമൂഹത്തെപ്പറ്റി, സതിയെപ്പോലുള്ള ആചാരങ്ങൾ, കഷ്ടപ്പാടുകൊണ്ട് പെൺകുട്ടികളെ ചന്തയിൽ വിൽക്കുന്ന മാതാപിതാക്കൾ, എന്തിനേറെ വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിലെ നല്ലയിനം കാളകളെപ്പറ്റി വരെ അവർ എഴുതിവെച്ചു. ഇത് പാശ്ചാത്യ ലോകത്തിന് ഇന്ത്യയെക്കുറിച്ച് ആദ്യമായി യഥാർത്ഥ വിവരങ്ങൾ നൽകി. ഓക്കേ, അപ്പോ ആളുകൾ തമ്മിൽ കണ്ടുമുട്ടി. ഇനി അടുത്തതെന്താ? തീർച്ചയായും കച്ചവടം. ഈ ആക്രമണം വെറും സാംസ്കാരിക ബന്ധങ്ങൾ മാത്രമല്ല ഉണ്ടാക്കിയത്, ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ കച്ചവട പാതകൾ കൂടി തുറന്നു. ഇത് ഇന്ത്യയും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. ഈ ഒരു നമ്പർ ഓർത്തുവെച്ചോളൂ, 4. കാരണം അലക്സാണ്ടറുടെ ആക്രമണം ഇന്ത്യയ്ക്കും പടിഞ്ഞാറൻ ലോകത്തിനും ഇടയിൽ തുറന്നു തന്ന പുതിയ വാതിലുകളുടെ എണ്ണമാണിത്. അതെ, 4 പുതിയ വാണിജ്യ സഞ്ചാരപാതകളാണ് തുറക്കപ്പെട്ടത്. 3 കരമാർഗം, 1 കടൽമാർഗം. ഇതോടെ ഗ്രീക്ക് കച്ചവടക്കാർക്കും കലാകാരന്മാർക്കും ഇന്ത്യയിലേക്കുള്ള വഴി എളുപ്പമായി. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ട്രേഡ് റൂട്ട്സിന്റെ ചരിത്രം തന്നെ അവിടെ മാറുകയായിരുന്നു. ഈ ബന്ധം വെറും വന്നുപോകലിൽ ഒതുങ്ങിയില്ല. ഗ്രീക്കുകാർ ഇവിടെ താമസമാക്കാൻ തുടങ്ങി. അലക്സാണ്ടർ പോകുന്ന വഴിയിൽ പുതിയ ഗ്രീക്ക് നഗരങ്ങൾ, അതായത് സെറ്റിൽമെന്റ്സ് സ്ഥാപിച്ചു. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിനടുത്തുള്ള അലക്സാൻഡ്രിയ, ജലം നദിക്കരയിൽ പണിത ബുക്കെഫാല, പിന്നെ സിന്ധിലെ അലക്സാൻഡ്രിയ, ഇതൊക്കെ വെറും പട്ടണങ്ങളായിരുന്നില്ല. നൂറ്റാണ്ടുകളോളം ഗ്രീക്ക് സംസ്കാരത്തിന്റെ മിനി കേന്ദ്രങ്ങളായി ഇവയെല്ലാം നിലനിന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ ഏറ്റവും വലിയ ട്വിസ്റ്റാണ്. അലക്സാണ്ടർ ഒരു സാമ്രാജ്യം കീഴടക്കാൻ വന്നു, പക്ഷേ അദ്ദേഹം അറിയാതെ മറ്റൊരു സാമ്രാജ്യത്തിന്റെ പിറവിക്ക് കാരണമായി. അതെങ്ങനെയാണെന്ന് നോക്കാം. അലക്സാണ്ടർ വരുന്നതിനു മുമ്പത്തെ ഒരവസ്ഥ ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭാഗം അതൊരു രാജ്യമല്ല, മറിച്ച് എപ്പോഴും തമ്മിൽ തല്ലുന്ന കുറേ ചെറിയ രാജ്യങ്ങളും ഗോത്രങ്ങളും. ഒരു ഐക്യവുമില്ല. അതുകൊണ്ടുതന്നെ അലക്സാണ്ടർക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അപ്പോ സംഭവിച്ചത് ഇതാണ്. ഒന്നാമതായി അലക്സാണ്ടർ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഈ കുഞ്ഞൻ രാജ്യങ്ങളെയും ഗോത്രങ്ങളെയും തൂത്തെറിഞ്ഞു. അവരുടെയൊക്കെ ശക്തി അതോടെ തീർന്നു. രണ്ടാമതായി അലക്സാണ്ടർ തിരിച്ചുപോയപ്പോൾ അവിടെ ഒരു പവർ വാക്വം, ഒരു അധികാരശൂന്യതയുണ്ടായി. ആരെയും പേടിക്കാനില്ലാത്തൊരവസ്ഥ.
ഈ അവസരം മുതലെടുക്കാനായി ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, ചന്ദ്രഗുപ്ത മൗര്യൻ. ദുർബലമായ ഈ നാട്ടുരാജ്യങ്ങളെ ഒന്നൊന്നായി കീഴടക്കി ഉത്തരേന്ത്യയെ മുഴുവൻ ഒരുമിപ്പിച്ച് അദ്ദേഹം മൗര്യസാമ്രാജ്യം സ്ഥാപിച്ചു. ചുരുക്കിപ്പറഞ്ഞാൽ ഇന്ത്യയുടെ ആദ്യത്തെ വലിയ സാമ്രാജ്യമുണ്ടാകാനുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്തത് അറിയാതെയാണെങ്കിലും അലക്സാണ്ടറായിരുന്നു. യുദ്ധവും രാഷ്ട്രീയവുമൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കലയിലേക്ക് വരാം. കാരണം ഇവിടെയാണ് ഏറ്റവും മനോഹരമായ മാറ്റം സംഭവിച്ചത്. രണ്ട് വലിയ സംസ്കാരങ്ങൾ ചേർന്നപ്പോൾ കലയിൽ ഒരു പുതിയ വിപ്ലവം തന്നെ ഉണ്ടായി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ സിന്തസിസ്. സംഭവം സിമ്പിളാണ്. രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരു പുഴയുടെ രണ്ട് കൈവഴികൾ പോലെ ഒന്നിച്ചു ചേർന്ന് തികച്ചും പുതിയ ഒന്നായി മാറുന്നു. ഇന്ത്യയുടെ കാര്യത്തിൽ ഗ്രീക്ക് സംസ്കാരവും ഇന്ത്യൻ സംസ്കാരവും തമ്മിൽ ചേർന്നപ്പോൾ സംഭവിച്ചതും ഇതുതന്നെ. അപ്പോ ഗ്രീക്ക് കലയും ഇന്ത്യൻ തത്വചിന്തയും ഒന്നിച്ചപ്പോ എന്തുണ്ടായി? ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രൂപത്തിൽ ബുദ്ധനെ കാണാൻ തുടങ്ങി. ഇതാണ് ആ വിപ്ലവം. ഇതാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിന്റെ ഉത്തമ ഉദാഹരണം. ഈ ബുദ്ധപ്രതിമയൊന്ന് നോക്കൂ. തീം ഇന്ത്യനാണ്, ബുദ്ധൻ, പക്ഷേ സ്റ്റൈല് അത് പക്കാ ഗ്രീക്കാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കൾച്ചറൽ സിന്തസിസിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ. ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാം. ബുദ്ധന്റെ വസ്ത്രത്തിലെ ആ ചുളിവുകൾ കണ്ടോ? അത് ഗ്രീക്ക് റോമൻ സ്റ്റൈലാണ്. ആ ചുരുണ്ട മുടിയോ? അതും ഹെലനിസ്റ്റിക് സ്റ്റൈൽ. മുഖത്തെ റിയലിസം, അതും ഗ്രീക്ക് സംഭാവനയാണ്. പക്ഷേ ഈ പ്രതിമയുടെ വിഷയം, അതായത് ബുദ്ധൻ, അതിലെ ആത്മീയമായ ശാന്തത, ആ ചിന്തകൾ, അതെല്ലാം തനി ഇന്ത്യൻ. അപ്പോൾ തീം ഇന്ത്യൻ, സ്റ്റൈൽ ഗ്രീക്ക്. ഒരു പുതിയ കലാരൂപം തന്നെ ജനിക്കുകയായിരുന്നു. അപ്പോ കണ്ടില്ലേ, ഒരു യുദ്ധം. പക്ഷേ അതിന്റെ ഫലങ്ങൾ വ്യാപാരത്തിലും രാഷ്ട്രീയത്തിലും കലയിൽ വരെ എത്തി. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ചുരുക്കി പറയാം. 1. പുതിയ ട്രേഡ് റൂട്ട്സ് തുറന്നു. 2. ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിന് വഴിയൊരുക്കി, മൗര്യ സാമ്രാജ്യത്തിന്റെ വരവിന് കാരണമായി. 3. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്ന മനോഹരമായ ഒരു കൾച്ചറൽ സിന്തസിസിന് ജന്മം നൽകി. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും അലക്സാണ്ടർ പ്ലാൻ ചെയ്ത കാര്യങ്ങളെ അല്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളൊക്കെ എപ്പോഴും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വരുന്നതാണോ? അതോ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത യാദൃച്ഛികമായ സംഭവങ്ങളുടെ ഫലമായിട്ടാണോ? അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണം ബാക്കിവെച്ചുപോയ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ആ രണ്ടാമത്തെ സാധ്യതയാണ് ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി ഒരു കാലത്ത് വലിയ യുദ്ധങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ഒരു കളിത്തട്ടായിരുന്നു. മൗര്യന്മാർ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനു മുൻപ് 2 അതികായന്മാർ ഇവിടേക്ക് വന്നു. ആദ്യം പേർഷ്യക്കാർ, പിന്നെ അലക്സാണ്ടറുടെ ഗ്രീക്ക് സൈന്യവും. അപ്പോൾ ഇവരുടെ വരവ് ഇന്ത്യയുടെ ചരിത്രത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? നമുക്കൊന്ന് നോക്കാം. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? കിഴക്ക് മഗധയെപ്പോലൊരു വലിയ ശക്തി വളർന്നു വരുമ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗം മാത്രം ഇങ്ങനെ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടത്? അതിന്റെ ഉത്തരം അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയുണ്ട്. അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഒരു മേല്ലായ്മ. കിഴക്ക് മഗധ ഒരുമിച്ച് നിൽക്കുമ്പോൾ വടക്കു പടിഞ്ഞാറുള്ള കാംബോജം, മദ്ര, ഗാന്ധാരം പോലുള്ള രാജ്യങ്ങൾ എപ്പോഴും പരസ്പരം യുദ്ധം ചെയ്ത് ദുർബലരായിരുന്നു. ഈയൊരു വിഭജനം പുറത്തുനിന്ന് വരുന്ന ഏതൊരാക്രമണകാരിക്കും തുറന്നുവെച്ചൊരു വാതില് പോലെയായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഭാഗം, വിഘടിച്ച അതിർത്തി, അധിനിവേശത്തിനുള്ള അരങ്ങ്. അപ്പോ ഈ കഥയുടെ ഒരു ടൈം ലൈൻ നോക്കിയാ ഇത് തുടങ്ങുന്നത് 558 BCയിലാണ്. പേർഷ്യൻ രാജാവായ സൈറസ് ഇന്ത്യയിലേക്ക് ശ്രദ്ധ തിരിച്ച ആ കാലത്ത്. ഇത് അവസാനിക്കുന്നതോ ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം 323 BCയിൽ അലക്സാണ്ടർ ബാബിലോണിൽ വെച്ച് മരിക്കുമ്പോൾ. ഈ 2 നൂറ്റാണ്ടിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. പേർഷ്യൻ ആധിപത്യം, നീണ്ട അധിനിവേശം. ഇതിനൊക്കെ തുടക്കമിട്ടത് സൈറസ് ദി ഗ്രേറ്റ് ആണ്. പക്ഷെ ഈ പ്രദേശത്തെ ശരിക്കും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കുന്നത് ഡാരിയസ് ഒന്നാമനാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സെർക്സസ് ആവട്ടെ ഇവിടുത്തെ മികച്ച പോരാളികളെ ഗ്രീക്കുകാർക്കെതിരെ യുദ്ധം ചെയ്യാനും കൊണ്ടുപോയി. അപ്പോ ഈ പേർഷ്യക്കാർ വെറുതെ വന്ന് പിടിച്ചടക്കുക മാത്രമല്ല ചെയ്തത്, അവർക്കൊരു കൃത്യമായ ഭരണരീതിയുണ്ടായിരുന്നു. അവരുടെ സാമ്രാജ്യത്തെ അവർ സത്രപി എന്ന് വിളിക്കുന്ന പ്രവിശ്യകളായിട്ടാണ് തിരിച്ചിരുന്നത്. അങ്ങനെ സിന്ധും പഞ്ചാബും ഒക്കെ ചേർന്ന് നമ്മുടെ ഈ പ്രദേശം അവരുടെ 20ാമത്തെ സത്രപിയായി മാറി. അപ്പോ എന്തിനായിരുന്നു പേർഷ്യക്കാർക്ക് ഇന്ത്യയോട് ഇത്ര വലിയ താൽപ്പര്യം? ഉത്തരം ഈയൊരു സംഖ്യയിലുണ്ട്: 360 ടാലന്റ് സ്വർണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ടാലന്റ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരളവാണ്.
അത്രയും വലിയൊരു തുകയായിരുന്നു ഓരോ വർഷവും ഇവിടെ നിന്ന് കപ്പമായി പേർഷ്യയിലേക്ക് പോയിരുന്നത്. സത്യത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ പ്രവിശ്യയും ഇതായിരുന്നു. ഏഷ്യയിൽ നിന്നുള്ള അവരുടെ മൊത്തം വരുമാനത്തിന്റെ 1/3 വന്നത് ഈ ഇന്ത്യൻ മണ്ണിൽ നിന്നായിരുന്നു. ഏകദേശം 200 വർഷം. അത്രയും കാലം നീണ്ടുനിന്നൊരു ബന്ധം ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അതിന്റെ ഒരു പ്രതിഫലനം നമുക്ക് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റും. എവിടെയാണെന്നറിയോ? മൗര്യ സാമ്രാജ്യത്തില്, പ്രത്യേകിച്ച് അശോകന്റെ സ്തംഭങ്ങളില്. ആ ബെൽ ആകൃതിയിലുള്ള ശില്പങ്ങളൊക്കെ ആ നീണ്ട ബന്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനി മൂന്നാമത്തെ ഭാഗം, അലക്സാണ്ടറുടെ മിന്നലാക്രമണം, ഒരു ഹ്രസ്വമായ പടയോട്ടം. അപ്പോ ഭീമാകാരമായ പേർഷ്യൻ സാമ്രാജ്യം തന്നെ കാൽ കീഴിലാക്കിയ അലക്സാണ്ടറുടെ അടുത്ത ലക്ഷ്യമെന്തായിരിക്കും? വളരെ സ്വാഭാവികം, പേർഷ്യയുടെ ആ സ്വർണ്ണഖനിയായിരുന്ന ഇന്ത്യൻ പ്രവിശ്യ തന്നെ. പോരാത്തതിന് ഇന്ത്യയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള കേട്ടുകേൾവികളും പിന്നെ ലോകത്തിന്റെ അറ്റം കാണാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹവും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് നയിച്ചു. അങ്ങനെ അദ്ദേഹം ഖൈബർ ചുരം കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. തക്ഷശിലയിലെ രാജാവായിരുന്ന അംബി വലിയ എതിർപ്പൊന്നുമില്ലാതെ കീഴടങ്ങി. പക്ഷേ ജലം നദിക്കരയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് പോരസ് എന്നൊരു ധീരനായ രാജാവായിരുന്നു. ചരിത്രപ്രസിദ്ധമായ ഹൈഡാസ്പസ് യുദ്ധം നടന്നത് അവിടെയാണ്. ആ കഠിനമായ യുദ്ധം ജയിച്ച് അദ്ദേഹത്തിന്റെ സൈന്യം ബിയാസ് നദി വരെ മുന്നേറി. പോരസുമായുള്ള ആ യുദ്ധം ഗ്രീക്ക് സൈന്യത്തെ ശരിക്കും തളർത്തിക്കളഞ്ഞു. അവർ ജയിച്ചു, ശരിയാണ്, പക്ഷെ അതിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. വർഷങ്ങളായി വീടും നാടും വിട്ട് യുദ്ധം ചെയ്യുന്ന സൈനികർ അവസാനം പറഞ്ഞു, മതി, ഇനി ഒരടി മുന്നോട്ടില്ല. ലോകം കീഴടക്കാൻ പുറപ്പെട്ട അലക്സാണ്ടർക്ക് ആദ്യമായി സ്വന്തം സൈന്യത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ബിയാസ് നദി അദ്ദേഹത്തിന്റെ പടയോട്ടത്തിന്റെ അവസാനത്തെ അതിർത്തിയായി മാറി. അപ്പോ ഇവിടെയാണ് നമ്മള് ശരിക്കും ഞെട്ടിക്കുന്നൊരു സത്യം മനസ്സിലാക്കുന്നത്. ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയെന്നു പറയുന്ന അലക്സാണ്ടറുടെ ആ ഇന്ത്യൻ പടയോട്ടം അത് എത്ര കാലം നീണ്ടുനിന്നെന്നറിയാമോ? വെറും 19 മാസം. ഒന്നോർത്തു നോക്കൂ, പേർഷ്യക്കാർ ഏതാണ്ട് 200 വർഷം ഇവിടെ ഭരിച്ച സ്ഥാനത്താണത്. ഒരു മിന്നൽ പിണറുപോലെ വന്നുപോയി. 4-ാം ഭാഗം, 2 അധിനിവേശങ്ങൾ, ഒരു താരതമ്യം. ഇവര് തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണല്ലേ? ഒരു വശത്ത് പേർഷ്യക്കാർ, അവര് വന്നത് ഏതാണ്ട് 200 വർഷത്തോളം ഇവിടെ ഭരിക്കാനും ഇവിടുത്തെ സമ്പത്ത് കൊണ്ടുപോകാനുമായിരുന്നു. മറുവശത്ത് അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ 19 മാസത്തെ പടയോട്ടം ഒരു കൊടുങ്കാറ്റുപോലെ വന്നു പോയി. പേർഷ്യക്കാരൊരു ഭരണ സംവിധാനം ഉണ്ടാക്കിയപ്പോ അലക്സാണ്ടർ ചെയ്തത് ഇവിടുത്തെ ചെറിയ രാജ്യങ്ങളെ തകർക്കുകയായിരുന്നു. പക്ഷെ അതുകൊണ്ട് പരോക്ഷമായൊരു ഗുണമുണ്ടായി. ചിതറിക്കിടന്ന ഈ രാജ്യങ്ങളെല്ലാം ഒന്നിക്കാൻ അതൊരു കാരണമായി. ഇത് പിന്നീട് വന്ന ചന്ദ്രഗുപ്ത മൗര്യന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി. ഇനി അവസാന ഭാഗം, ഗ്രീക്ക് കണ്ണുകളിലൂടെ ചരിത്രം, അധിനിവേശത്തിന്റെ പ്രതിധ്വനി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരുപക്ഷേ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമായിരിക്കും. എന്താണെന്നറിയുമോ? ഇന്ത്യൻ ചരിത്രത്തിലെ ഇത്രയും വലിയൊരു സംഭവത്തെക്കുറിച്ച്, അതായത് അലക്സാണ്ടറുടെ വരവിനെക്കുറിച്ച് നമ്മുടെ സ്വന്തം പുരാതന ഗ്രന്ഥങ്ങളിലൊന്നും കാര്യമായൊരു പരാമർശവുമില്ല. അതെ, അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നതിനെപ്പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഗ്രീക്കുകാർ എഴുതിവെച്ച കഥകളിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ ഗ്രീക്ക് രേഖകൾക്ക് പിന്നെ എന്താണിത്ര പ്രാധാന്യം? കാരണം വളരെ സിമ്പിളാണ്. അവർ കൃത്യമായി തീയതികൾ രേഖപ്പെടുത്തി വച്ചിരുന്നു. ചരിത്രകാരന്മാർക്കൊരു പിടിവള്ളി കിട്ടിയതുപോലെയായി. അവർ അലക്സാണ്ടർ ഇന്ത്യയിൽ വന്ന തീയതിയായ 326 BCE ഒരു അടിസ്ഥാനമായി എടുത്തു. ആ തീയതിയിൽ നിന്നാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എപ്പോഴാണ് ഭരിച്ചു തുടങ്ങിയത് എന്നൊക്കെ നമ്മൾ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പുരാതന ഇന്ത്യയുടെ കാലഗണനയുടെ ഒരു ആണിക്കല്ല് എന്ന ഈ ഗ്രീക്ക് രേഖകളെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ ഈ ചരിത്രത്തിന്റെ താക്കോല് പ്രധാനമായും 3 ഗ്രീക്ക് എഴുത്തുകാരുടെ കയ്യിലായിരുന്നു എന്ന് പറയാം. ഹെറോഡോട്ടസ് നമുക്ക് പേർഷ്യൻ കാലഘട്ടത്തെക്കുറിച്ച് വിവരങ്ങൾ തന്നു. ഏരിയാനാണെങ്കിൽ അലക്സാണ്ടറുടെ പടയോട്ടത്തിന്റെ ഓരോ ഡീറ്റെയിലും രേഖപ്പെടുത്തി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞു വന്ന മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗര്യന്റെ ഇന്ത്യയെക്കുറിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ എഴുതിവെച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ ഗ്രീക്ക് കഥകളൊന്നുമില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്വന്തം ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് ഇന്നുണ്ടാകുമായിരുന്ന ധാരണ എത്രത്തോളം വ്യത്യസ്തമായനെ, അല്ലേ? ചരിത്രമെന്ന് പറയുന്നത് ഒരൊറ്റ കഥയല്ല, മറിച്ച് പല കോണുകളിൽ നിന്നുള്ള കാഴ്ചകളുടെ ഒരു കൂടിച്ചേരലാണ് എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല.